ഗൈസ് ദിസ് ഇസ് ക്രേസി. ഈ ആഴ്ചയിലെ ന്യൂസുകളെല്ലാം വളരെ ബുള്ളിഷായിരുന്നു ബിറ്റ്കോയിന് വേണ്ടി. അതിലൊരു ന്യൂസാണ്, 2-3 ന്യൂസ് നമുക്കിന്ന് കാണാം. ഈ ഒരു ന്യൂസാണ് എന്നെ വളരെയധികം അട്രാക്റ്റ് ചെയ്തേക്കുന്നത്. ഐ തിങ്ക് ദ പ്രൈസ് ഈസ് ഗോയിങ് ടു കിസ് സ്കേഴ്സിറ്റി. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദ പ്രൈസ് വിൽ എക്സ്പ്ലോഡ്. ഓക്കെ, ആരും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിൽ പ്രൈസ് എക്സ്പ്ലോഡ് ചെയ്യും. ഓക്കെ, അതിൽ കഴിഞ്ഞ തിങ്കളാഴ്ച മൈക്കിൾ സെയ്ലർ എന്ന് പറയുന്ന ഒരു വ്യക്തി, അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടി പറയുവാണ്. മൈക്കിൾ സെയ്ലർ എന്ന് പറയുന്ന വ്യക്തി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. ആ കമ്പനിയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബിറ്റ്കോയിൻ അക്യുമുലേഷൻ ചെയ്യുക. അപ്പം അവർക്കായിരിക്കണം ഏറ്റവും കൂടുതൽ ലോകത്തിൽ ബിറ്റ്കോയിൻ ഉള്ളത്. അതാണ് അവരുടെ ടാർഗറ്റ്. ഇപ്പോൾ ഏകദേശം ഇന്നേ വരെ 8,15,000 ബിറ്റ്കോയിൻ അവർ അക്യുമുലേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ലോകത്തിൽ ഇനി ഒരു കമ്പനിയും ഈ സ്ട്രാറ്റജി എന്ന് പറയുന്ന ഈ കമ്പനിയെ ബീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൈവശം ഉള്ളതിനേക്കാൾ കൂടുതൽ ഏതെങ്കിലും ഈ ലോകത്തുള്ള ഏതെങ്കിലും ഒരു കമ്പനിക്ക് അക്യുമുലേഷൻ ചെയ്യാൻ ഒക്കുമോ എന്ന് എനിക്കറിയത്തില്ല. ഇറ്റ്സ് ക്വൈറ്റ് ഇമ്പോസിബിൾ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച അദ്ദേഹം ട്വീറ്റ് ചെയ്തേക്കുന്നത് ഒരു വീക്ക് കൊണ്ട്. അപ്പോൾ ഇദ്ദേഹം മിക്ക ആഴ്ചകളിലും അക്യുമുലേഷൻ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ദിവസമാണ് കുറച്ച് കൂടുതൽ ബിറ്റ്കോയിൻ അക്യുമുലേഷൻ ചെയ്തേക്കുന്നത്. ഒരു ദിവസം കൊണ്ട് 2.54 ബില്യൺ റേസ് ചെയ്യാൻ പറ്റി. മില്യൺ അല്ല, ബില്യൺ റേസ് ചെയ്യാൻ പറ്റി. അത് ആ പൈസ കൊണ്ട് മേടിച്ചേക്കുന്നത് 34,164 ബിറ്റ്കോയിൻ. അതായത് ഇപ്പോൾ മൊത്തം അവരുടെ കയ്യിൽ 8,15,000 ബിറ്റ്കോയിൻ ഉണ്ട്. ഇനി 1,85,000 ബിറ്റ്കോയിനും കൂടെ ആയിക്കഴിഞ്ഞാൽ 1 മില്യൺ ബിറ്റ്കോയിൻ ആവും. അതായത് 21 മില്യനുള്ള ബിറ്റ്കോയിൻ, അതിനകത്ത് 1 മില്യൺ അവരുടെ കൈവശമാവും. ഇവരത് സെല്ല് ചെയ്യാൻ വേണ്ടിയല്ല, ദേ നീഡ് ടു ബിക്കം എ ബിറ്റ്കോയിൻ ബാങ്ക്. ഒരു മെഗാ ബാങ്കായിട്ട് മാറാനുള്ള പരിപാടിയിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് പുറകിൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ കാണും, ഇഷ്ടംപോലെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഗെയിമുകൾ കാണും. അതിലേക്കല്ല ഞാനിപ്പോൾ പോകുന്നത്. അപ്പം 34,164 ഒരാഴ്ച കൊണ്ടുണ്ടാക്കിയെങ്കിൽ 1 മില്യണിലേക്ക് എത്താൻ വേണ്ടി ഇനി അവർക്ക് ഈ കൊല്ലം കൊണ്ട് തന്നെ അവർക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും 450 ബിറ്റ്കോയിൻ വീതമാണ് മൈനിങ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ദിവസം. അത് നേരെ പകുതിയായിട്ട് കുറയാൻ പോകുന്നത് 2028 ഫെബ്രുവരി ആകുമ്പോൾ നേരെ പകുതിയായിട്ട് കുറയും. ഒരു ദിവസം അന്ന് മുതൽ 225 ബിറ്റ്കോയിൻ ഒരു ദിവസം കിട്ടും. അപ്പോൾ ഈ 450 ബിറ്റ്കോയിൻ ഒരു ദിവസം മൈനിങ് ചെയ്യുമെന്ന് പറയുന്നു. ഈ സ്ട്രാറ്റജി എന്ന് പറയുന്ന ഈ കമ്പനി 2026 ജാനുവരി മുതൽ ഈ ഏപ്രിൽ വരെ ഏകദേശം 4 മാസം കൊണ്ട് അക്യുമുലേഷൻ ചെയ്ത ബിറ്റ്കോയിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഇത് ഇത്രയുമാണ്. 1,42,561 ബിറ്റ്കോയിൻ മൈനിങ് ചെയ്യുമല്ല, മേടിച്ചു. അപ്പോൾ അതായത് അതിനെ ഡിവൈഡ് ബൈ 450 എന്ന് പറയുമ്പോൾ 316 ദിവസം. അതായത് ഈ കൊല്ലം 365 ദിവസമുണ്ട് ഒരു കൊല്ലം. അതിൽ 316 ദിവസത്തോളം മൈനിങ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തു വരുന്ന ബിറ്റ്കോയിൻ ഈ 4 മാസം, ഈ വർഷം തുടങ്ങിയതിൻ്റെ ആദ്യത്തെ 4 മാസം കൊണ്ട് മേടിച്ചു കഴിഞ്ഞു. അപ്പോൾ ആലോചിച്ച് നോക്കിയേ. അപ്പം ഡിമാൻഡ് ഹ്യൂജാണ്, അതിനനുസരിച്ചുള്ള സപ്ലൈ ഇല്ല. അപ്പം ഈ 8,15,000 എന്ന് പറയുന്നത് സ്ട്രാറ്റജി മാത്രം അക്യുമുലേഷൻ ചെയ്തേക്കുന്നതാണ്. ബ്ലാക്ക് റോക്കും തൊട്ട് പുറകിലുണ്ട് ഏകദേശം 8 ലക്ഷം. അപ്പോൾ ഈ 2 വ്യക്തികളും ഏകദേശം 1.6 മില്യണോളം അക്യുമുലേഷൻ ചെയ്ത് കഴിഞ്ഞു. എന്നാലോചിച്ച് നോക്കണം, ഈ 2 കമ്പനികൾ മാത്രമായിട്ട് ഈ ലോകത്ത്. അപ്പോൾ വേറെ ETF-കളുണ്ട്, US-ലുള്ള വേറെ ETF-കളുണ്ട്, വേറെ രാജ്യത്ത് പല ETF-കളുണ്ട്, അതിലൊന്നും നമ്മൾ പോകുന്നില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ അക്യുമുലേഷൻ ചെയ്തേക്കുന്ന ഈ 2 ടീമുകളാണ്. അപ്പോൾ ഇനി ഈ രീതിയിൽ അക്യുമുലേഷൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നോക്കിയേ. ഇനി എക്സ്ചേഞ്ചുകളുള്ള എന്ന് പറയുന്നത് ഏകദേശം 2,40,000,000 ബിറ്റ്കോയിനും കൂടെ ഉള്ളൂ ഇനി എക്സ്ചേഞ്ചുകളിൽ. അതും കൂടെ കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ 2 ഗ്രൂപ്പുകളും കൂടെ ഏകദേശം 1.6 മില്യൺ ബിറ്റ്കോയിൻ മേടിച്ചു കൂട്ടി. മൈക്കിൾ സെയ്ലർ 1,42,000 ബിറ്റ്കോയിൻ 4 മാസം കൊണ്ട് മേടിച്ചു. അപ്പോൾ ഈ രീതി പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ മൈക്കിൾ സെയ്ലറൊക്കെ മേടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ OTC ഡെസ്ക് വഴിയാണ്. അത് എക്സ്ചേഞ്ചുകൾ വഴിയല്ല. അവർക്കൊരു സെപ്പറേറ്റ് ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകൾ പോയി മൈനേഴ്സിൻ്റെ കയ്യിൽ നിന്നും പേഴ്സണലായിട്ട് വിൽക്കാനുള്ള ആളുകളുടെ കയ്യിൽ നിന്നൊക്കെ മേടിച്ചിട്ട് ഇവർക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ എക്സ്ചേഞ്ചിൽ നിന്ന് ഈ ബിറ്റ്കോയിൻ മാറ്റപ്പെടുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ പ്രൈസിനെ വലുതായിട്ട് അഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ പരിപാടികളെല്ലാം തീർന്ന് OTC ഡെസ്ക് എന്ന് പറയും. അപ്പോൾ അവർക്ക് കിട്ടാൻ പറ്റുന്നതിൽ മാക്സിമം കിട്ടി തീർന്ന് കഴിയുമ്പോൾ അവർ നേരെ വരുന്നത് ഈ എക്സ്ചേഞ്ചുകളിലേക്കാണ്. എക്സ്ചേഞ്ചിലേക്ക് വരാൻ തുടങ്ങുമ്പോൾ ദ പ്രൈസ് വിൽ എക്സ്പ്ലോഡ്. ഐ ഡോണ്ട് നോ എന്തുമാത്രം ക്രേസി ആയിരിക്കും ആ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് എനിക്ക് ആലോചിക്കാം. അപ്പോൾ ഇത്രയും ഫാസ്റ്റായിട്ട് അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആലോചിക്കണം, 2028 ഇതിൻ്റെ സപ്ലൈ നേരെ പകുതിയായിട്ട് വരുന്നു. പ്യുവർ മാത്താണ്. അപ്പോൾ 2028 ഇതിൻ്റെ നമ്മളിപ്പോൾ നിൽക്കുന്ന പ്രൈസിൻ്റെ ഡബിൾ പോകണം. കാരണം ഡിമാൻഡ് ഈ സെയിം ഡിമാൻഡിൽ സപ്ലൈ നേരെ പകുതിയായിട്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് പ്യുവർ മാത്ത്. ഇത് പ്രൈസ് ഇതിൽ ഡബിൾ ചെയ്യണം, ഓഫ് കോഴ്സ് ഡബിൾ ചെയ്യണം. അപ്പോൾ ആലോചിച്ച് നോക്കിയേ. ഇനി അടുത്തത് വേറെ ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഴ്ചയിൽ വന്ന ബിറ്റ്കോയിനെ
ബിറ്റ്കോയിൻ്റെ ETF മോർഗൻ സ്റ്റാൻലി കൊമേഴ്ഷ്യൽ ബാങ്കാണ് യു എസിലെ ഏറ്റവും വലിയ ബാങ്കുകളിൽ ഒരു ബാങ്കായിട്ടുള്ള മോർഗൻ സ്റ്റാൻലി എന്ന് പറയുന്നത് ഏകദേശം 6-7 ട്രില്യണോളം അസറ്റുകൾ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട് കസ്റ്റമേഴ്സിൻ്റെ. അപ്പം മോർഗൻ സ്റ്റാൻലി എന്നൊക്കെ പറയുന്നത് ഒരു വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ളൊരു ഒരു ബാങ്കാണ്. അപ്പോൾ അവരുടെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ആളുകൾ പൈസ ഇട്ടേക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ബൂമേഴ്സ്, അവർ പ്രായമായി ഉള്ള ആളുകളാണ്, അവർ വളരെ കൺസർവേറ്റീവാണ്. അപ്പം അത്രയും കൺസർവേറ്റീവ് ആയിട്ടുള്ള അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്ന മോർഗൻ സ്റ്റാൻലി വന്നിട്ട് പിച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കാരണം നിങ്ങൾ ബിറ്റ്കോയിൻ മേടിക്കും, ഞങ്ങൾ ഇതുപോലെ ബിറ്റ്കോയിൻ്റെ ETF, ഒരു ബാങ്ക് ആദ്യമായിട്ടാണ് ബിറ്റ്കോയിൻ്റെ ETF. ദാറ്റ് ഈസ് വെരി സ്ട്രേഞ്ച് ആൻഡ് യൂണീക്ക്. അപ്പം ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ SBI ബാങ്ക് ഇതുപോലെ ഒരു ETF വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എല്ലാ കസ്റ്റമേഴ്സിനെയും വിളിക്കണം. അപ്പോൾ എന്തുമാത്രം ഇത് കാണും. കാരണം SBI നമ്മുടെ നാഷണൽ ബാങ്കാണ്. അപ്പോൾ അതുപോലെ തന്നെ വളരെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഈ ഒരു ബാങ്ക് കസ്റ്റമേഴ്സിനെ എല്ലാവരും വിളിച്ചിട്ട് ഇതേപോലെ നിങ്ങൾ ബിറ്റ്കോയിൻ ഇൻവെസ്റ്റ് ചെയ്യണം, 2% അല്ലെങ്കിൽ 5% ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യും. കാരണം അവർ അത്രമാത്രം വിശ്വസിക്കുന്ന ബാങ്കുകളാണ് ഈ മോർഗൻ സ്റ്റാൻലി എന്നൊക്കെ പറയുന്നത്. അവർ ETF തുടങ്ങി. അടുത്തത് ഹ്യൂജ് ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ചാൾസ് ഷാപ്പ് എന്ന് പറയുന്നത് ബ്രോക്കറേജ് ആണ്. അതായത് അവരുടെ കയ്യിൽ 11 ട്രില്യനാണ് അവരുടെ അക്കൗണ്ടിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത്. അതായത് 11 ട്രില്യനോളം അവർ കസ്റ്റമേഴ്സിൻ്റെ അസറ്റാണ് അവർ സൂക്ഷിക്കുന്നത്. അതായത് അവർ കസ്റ്റമേഴ്സ് അവരുടെ കയ്യിൽ ചാൾസ് ഷോപ്പിൻ്റെ കയ്യിൽ പൈസ കൊടുക്കും, അവർ അവരുടെ ഇതിനനുസരിച്ചുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യും, സ്റ്റോക്കുകളിലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ അവരുടെ കയ്യിൽ 11 ട്രില്യൺ ഉണ്ടെന്ന് ഓർക്കണം. ബ്ലാക്ക് റോക്ക് ആണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ, ഏകദേശം 13 ട്രില്യൺ. ബ്ലാക്ക് റോക്ക് ഇസ് ലിറ്റിൽ ഡിഫറെൻറ്റ്. ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്നത് ലോകത്തിലെ കമ്പനി, അവർ ETF ഉണ്ടാക്കിയിട്ട് അവർ കസ്റ്റമേഴ്സിൻ്റെ അടുത്തത് മാർക്കറ്റ് ചെയ്ത് മേടിപ്പിക്കുന്നു. പക്ഷേ ഇവരങ്ങനല്ല, ഇവർ ഡയറക്റ്റ് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന്, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ ചാൾസ് ഷാപ്പിന് കൊടുക്കുമ്പോൾ അവരത് ഇൻവെസ്റ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടി. നിങ്ങളുടെ പൈസ അവർ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട്. ഇറ്റ്സ് ടോട്ടൽ ഡിഫറെൻറ്റ്. അവർ രണ്ടുപേരും ഡിഫറെൻ്റാണ്. അപ്പോൾ അവിടെ 11 ട്രില്യൺ ഉണ്ട്. അപ്പോൾ അവർ ഈ ഇടയിൽ വന്ന് പറഞ്ഞേക്കുന്ന കാര്യം നിങ്ങൾക്ക് 2 to 7% നിങ്ങൾക്ക് അലോക്കേഷൻ ചെയ്യാം. അപ്പോൾ അവരിനി എന്തുമായിരിക്കും ചെയ്യുന്നത്? ലോകത്തുള്ള ഭയങ്കര വെൽത്തി നെറ്റ്വർക്ക് ഉള്ള ആളുകളാണ് ഇതിനകത്ത് അവരുടെ കസ്റ്റമേഴ്സ് ഉള്ളത്. അപ്പോൾ ഇവരെന്ത് ചെയ്യും? അവർ നേരെ വിളിച്ചിട്ട് പറയും, ഇതേപോലെ നിങ്ങൾക്ക് ഇനി ബിറ്റ്കോയിൻ്റെ പോർട്ട്ഫോളിയോയിൽ നിങ്ങൾക്ക് ബിറ്റ്കോയിൻ സൂക്ഷിക്കാം, 2 to 7% വരെ സൂക്ഷിക്കാം. നിങ്ങൾക്ക് റിസ്ക് മാക്സിമം എടുക്കാൻ ഒക്കുന്നുണ്ടെങ്കിൽ മാക്സിമം 7% ലൊക്കേഷൻ ചെയ്യാം. അപ്പോൾ അവരെന്ത് പറയും? ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം, പൈസ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് അത് ചെയ്യുന്നത്. ഇപ്പോൾ ആലോചിക്കുക, 11 ട്രില്യൻ്റെ 2% എന്ന് പറയുന്നത് 235ഓളം ബില്യൺ വരും. 235 2% എന്ന് പറയുന്നത്. അപ്പോൾ ഈ 235 ഒരു കാര്യം ഓർക്കണം, ഇവർ രണ്ടുപേരും കൂടെ അക്യുമുലേഷൻ ചെയ്തേക്കുന്ന ഏകദേശം 61 ബില്യനും മൈക്കിൾ സ്ട്രാറ്റജി അക്യുമുലേഷൻ ചെയ്തേക്കുന്നത് ഏകദേശം 60-65 മില്യൺ, രണ്ടുപേരും കൂടെ അറൗണ്ട് 120 ബില്യൺ. അപ്പോൾ ഇനി ഇവർ 2% അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ പോലും, ഒരു ഏറ്റവും കുറച്ച് 2% പറഞ്ഞാൽ പോലും, ദാറ്റ് ഈസ് 235 ബില്യൺ ഡോളർ. ബട്ട് ഇഫ് വി ഡോണ്ട് ഹാവ് that much Bitcoin out there, guys, it's getting crazier than before. So many of you are sleeping. We don't have much time, guys. Take care. Bye bye.